ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ ദിവസം അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 15-16 വചനങ്ങൾ. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടമുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. Hebrews chapter 11 verse 15 and 16. If they had been thinking of the country they had left, they would have had opportunity to return. Instead, they were longing for a better country, a heavenly one. Therefore, God is not ashamed to be called their God, for He has prepared a city for them. Amen. ഇവിടെ ആദിമ പിതാക്കളായ ആമേൻ സ്തോത്രം ഹാനോക്ക് മുതലുള്ള വിശുദ്ധന്മാരെ കുറിച്ച് വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കുവാനിടയായിത്തീർന്നു. പ്രത്യേകിച്ച് എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ അമേൻ വിശ്വാസത്താൽ അമേൻ ഹാബേൽ എന്ന് തുടങ്ങി അമേൻ സ്തോത്രം ഹാനോക്ക്, അമേൻ നോഹ, അബ്രഹാം, സാറായ്, അങ്ങനെ അമേൻ കുറച്ചു പേരുടെ കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടാണ് അമേൻ സ്തോത്രം അബ്രഹാമിന്റെയും സാറായുടെയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നാം അടുത്ത് വായിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇട ഉണ്ടായിരുന്നുവല്ലോ. പലപ്പോഴും നാമും വിട്ടുപോകുന്നതിനെ ഓർക്കുന്നത് കൊണ്ടാണ് മടങ്ങിപ്പോകുവാനുള്ള ചിന്തകളും ആഗ്രഹങ്ങളും അല്ലെങ്കിൽ സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം ഉളവാകുന്നത്. ഈ നാളുകളിൽ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ കർത്താവ് പുറപ്പെടുവിച്ചു. എന്നാൽ പലപ്പോഴും അവരുടെ യാത്രയിൽ സ്തോത്രം വെള്ളമില്ലാതെ, ആഹാരമില്ലാതെ, അല്ലായെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചില ശത്രുഭയം ഒക്കെ നേരിടുമ്പോൾ അവർ വിട്ടുപോകുന്നതിനെ ഓർത്ത് ദൈവത്തോട് പിറുപിറുക്കുന്നതായി, മോശയോട് നിലവിളിക്കുന്നതായി നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോയി, അനുസരണക്കേട് കാണിച്ചു, അവിശ്വാസികളായി തീർന്നു. അതുകൊണ്ട് അവർക്ക് അതിൽ പലർക്കും സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇവിടെ നോക്കുന്നേ ആദിമ വിശ്വാസികളായ അല്ലെങ്കിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമും സാറായും ആ ഭക്തന്മാർ അവർ വിട്ടുപോകുന്നതിനെ ഓർത്തില്ല. ഹല്ലേലൂയ. നീ നിന്റെ ജനത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാ എന്ന വിളികേട്ട് ഇറങ്ങി തിരിച്ച അബ്രഹാം ഒരിക്കൽ പോലും താൻ വിട്ടുപോകുന്നതിനെ കുറിച്ച് താൻ ചിന്തിച്ചില്ല. തനിക്ക് വാഗ്ദത്തം ലഭിച്ച ശേഷം എത്ര വർഷം ഞാൻ കാത്തിരുന്നു എനിക്കൊരു സന്തതി ലഭിക്കുവാൻ. പലപ്പോഴും ദൈവത്തോട് ചോദിച്ചു എങ്കിലും താൻ വിട്ടുപോകുന്നതിനെ കുറിച്ച് താൻ ചിന്തിച്ചില്ല. ആ വിഗ്രഹങ്ങളെ സേവിച്ചിരുന്നുവെങ്കിൽ സ്തോത്രം കൊള്ളാമായിരുന്നു എന്ന് ഒരിക്കൽ പോലും അബ്രഹാം ചിന്തിച്ചില്ല. വിട്ടുപോകുന്നതിനെ അവർ ഓർത്തില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല പഴയ ഓർമ്മകൾ വരുന്നത് കൊണ്ടാണ് ദൈവത്തിൽ നിന്ന് നാം അകന്നു പോകുവാനും സ്തോത്രം പിന്മാറ്റത്തിന്റെ അനുഭവത്തിൽ പോകുവാനും ഇട വരുന്നത്. എന്നാൽ അവർക്ക് എന്തുകൊണ്ട് അങ്ങനെ ഇട ഉണ്ടായിരുന്നു? പക്ഷെ അവർ അതിനെ ഓർത്തില്ല. അവരോ അധികം നല്ലതിനെ, അവർ വിട്ടുപോകുന്നതിനും അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളിൽ പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് നാം സ്തോത്രം വ്യത്യസ്തരായി നാം ജീവിക്കുമ്പോൾ പലവിധമായ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. അപ്പോൾ വിട്ടുപോകുന്നതിനെ ഓർത്ത് മടങ്ങി പോകുന്നവരായിട്ടല്ല ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസത്തിൽ നാം നിലനിൽക്കുമെങ്കിൽ അധികം നല്ലത് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അധികം നല്ലത് അത് സ്വർഗീയമായത്. പ്രൈസ് ദി ലോർഡ്. നാം വിട്ടുപോകുന്നതൊക്കെ ഇവിടെ നശിച്ചു പോകുന്നതാണ്. എന്നാൽ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നതോ സ്വർഗീയമായത്. അതേ ലോകത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിനെന്ന് യേശു കർത്താവ് പോലും പറഞ്ഞു. കാരണം എന്താണ്? അവർ വിട്ടുപോകുന്നതിനെ, ആ സ്വതവും പട്ടണത്തിലുള്ള അവരുടെ ആസ്തി, അവരുടെ സൗഭാഗ്യങ്ങൾ, ആ വിട്ടുപോകുന്നതിനെ ഓർത്ത് ആ ലോകത്തിന്റെ ഭാര്യ പിന്തിരിഞ്ഞു നോക്കിയത് കൊണ്ട് അവിടെ ഉപ്പു തൂണായി തീർന്നു. ലോകത്തിന്റെ ഭാര്യയെ നാം ഓർത്തു കൊള്ളണം.
എന്ന് യേശു പറഞ്ഞതിൻ്റെ കാര്യം നാം വിട്ടു പോകുന്നവരെ ഓർക്കുന്നവരായിട്ടല്ല, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കി വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സ്വർഗീയമായതിനെ കാംക്ഷിച്ച് യാത്ര ചെയ്യുവാൻ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. നാം ഈ കാണുന്നതൊക്കെയുമായ നമുക്ക് വേണ്ടി കർത്താവ് സ്വർഗീയമായ ഒരു നഗരം ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അതേ സങ്കീർത്തനക്കാരൻ പറയും, ദൈവമേ നീ എൻ്റെ ദൈവം. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തിന്റെ മക്കളായ നാം ഓരോരുത്തരും, ജീവനുള്ള ദൈവം നമ്മുടെ നടുവിലുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. ആയതിനാൽ ഉറപ്പോടുകൂടി വിശ്വാസത്തിൽ നിലനിൽക്കാം. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. അതേ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഒരു സ്ഥലം നിങ്ങൾക്കായി ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുക. ഞാൻ ഇരിക്കുന്നിടത്ത് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുത്ത് ചേർത്തുകൊള്ളുമെന്ന് നമ്മുടെ അരുമനാഥൻ പറഞ്ഞിട്ട് പോയ ആ ഓർത്തുകൊണ്ട് ആമേൻ സ്തോത്രം. പ്രതികൂല സാഹചര്യങ്ങൾ, പോരാട്ടങ്ങൾ, ആമേൻ കഷ്ടതകൾ ജീവിതങ്ങൾ കടന്നു വരുമ്പോൾ വിട്ടുപോകുന്നതിനെ ഓർക്കാതെ ആ യേശുവിൻ്റെ വാക്കോർത്തുകൊണ്ട് വിശ്വാസത്തോടെ ഉറപ്പോടുകൂടി കർത്താവിൽ ആശ്രയിച്ച് സ്വർഗീയമായവരെ തന്നെ കാംക്ഷിക്കാം. ഹാലൽ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ മാതാവും ഹല്ലേലൂയ സ്തോത്രം അവസാനം വരെയും അവർ വിട്ടുവന്ന അനുഭവങ്ങളെ ഒന്നും ഓർക്കാതെ ആമേൻ സ്തോത്രം സ്തോത്രം കർത്താവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഹല്ലേലൂയ കഷ്ടതകളിലും നിന്ദകളിലും പരിഹാസങ്ങളിലും ഞെരുക്കങ്ങളിലും ദാരിദ്ര്യത്തിന്റെ അനുഭവത്തിലും ശുശ്രൂഷ മേഖലകൾ കടന്നു വന്ന എല്ലാ പ്രയാസങ്ങളിലും അവൻ ക്രിസ്തുവിൽ ഒരു ധീര പോരാളിയായി അവസാനത്തോളം സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ച് എപ്പോഴും സ്വർഗീയ ദർശനങ്ങൾ കാണുകയും സ്വർഗീയമായ അതിനെ കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം എൻ്റെ അരുമയ്ക്ക് ഉണ്ടായിരുന്നു. പ്രൈസുകൾ അവസാനത്തോളം അതിൽ നിലനിൽക്കുവാൻ കർത്താവ് സഹായിച്ചു. സ്വർഗീയ അവകാശം പ്രാപിക്കുവാൻ അമ്മ ലോകം വിട്ട് കടന്നുപോയി. സ്തോത്രം. അമ്മ ഈ വചനം വായിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കത് ഓർമ്മ വരുന്നു. ഹല്ലേലൂയ. ഈ നാളുകൾ വചനം കേൾക്കുന്ന നമ്മോട് ഓരോരുത്തരുടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. വിട്ടുപോകുന്നതിനെ ഓർക്കുന്നവരായിട്ടല്ല, കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നവരായിട്ടോ ഭാരപ്പെടുന്നവരായിട്ടോ മടുത്തു പോകുന്നവരായിട്ടോ വെറുപെറുക്കുന്നവരായിട്ടോ അല്ല, സ്വർഗീയമായതിനെ അധികം നല്ലതിനെ കർത്താവ് നമുക്ക് വേണ്ടി ഇനിയും ഈ ഭൂമിയിലും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ സ്വർഗീയമായത് അതാണ് ഏറ്റവും നല്ലത്. അതിനെ സ്വർഗീയമായതിനാൽ കാംക്ഷിക്കാം. ഹല്ലേലൂയ. ആമേൻ. മാനീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകുമെന്ന ഒരു ആകാംക്ഷയോടുകൂടെ തന്നെ ക്രിസ്തീയ ജീവിതം നയിക്കാം. നമുക്ക് വേണ്ടി കർത്താവ് അങ്ങനെ ഒരു ഭവനം ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഓരോരുത്തരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് നാം വായിക്കുന്നു. അത് ഏത് സാഹചര്യത്തിലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിയാതെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കാം. സ്വർഗീയമായതിനെ കാംക്ഷിക്കാം. ആമേൻ. ഈ വചനങ്ങൾ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങനെ നിങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. ഈ നാളുകളിൽ കേൾപ്പിച്ച ദൈവ ശബ്ദം പോലെ തന്നെ കർത്താവെ വിട്ടുപോകുന്നതിനെ ഓർക്കാതെ കർത്താവെ മടങ്ങിപ്പോകുവാൻ കർത്താവെ ഉണ്ട്. എന്നാൽ അങ്ങനെയല്ല കർത്താവെ. അപ്പൊ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ച് കർത്താവെ അങ്ങ് നിയമിച്ചിരിക്കുന്ന ഓട്ടം ഓടി തികയ്ക്കുവാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എല്ലാവിധമായ സ്വർഗീയ അനുഗ്രഹങ്ങൾക്കുമായി നന്ദി കർത്താവെ. അതിന് അവകാശികളായി തീരുവാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് ഞങ്ങളുടെ സ്നേഹത്താൽ കർത്താവ് വിശ്വാസത്താൽ അങ്ങ് നിറച്ച് വഴി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തു വികാരമുള്ള നാമത്തിൽ ദൈവത്തോട് പ്രാർത്ഥന കേൾക്കണം. സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ ആമേൻ ആമേൻ. May God bless you.